ഹായ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഓണമൊക്കെ ഇങ്ങ് അടുത്തെത്തിയില്ലേ. അപ്പോൾ ഇത്തവണ നമുക്ക് ഓണത്തിന് നല്ല രുചിയുള്ള ഈ കടലപ്പരിപ്പ് പായസം തന്നെ ഉണ്ടാക്കിയാലോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു പായസം റെഡിയാക്കാൻ പറ്റും. പിന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ ഇതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഈ കടലപ്പരിപ്പ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ ആ ഒരു പച്ചമണം മാറി ഒരു 10-15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കരിയാതെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. പരിപ്പ് വറുത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ പായസത്തിന് ഒന്നുകൂടെ രുചി കൂടും കേട്ടോ. പിന്നെ ഈ കടലപ്പരിപ്പ് മാത്രമല്ല, ഇതിൻ്റെ കൂടെ ഞാൻ നുറുക്ക് ഗോതമ്പില്ല, അതും ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ടാണ് ഈ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ രണ്ടും കൂടെ നല്ല പോലെ കഴുകി അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് നമുക്ക് കുക്കർ അടച്ച് വെച്ച് ആദ്യം ഒരു വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും, വിസിൽ വന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ 3 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. വെള്ളത്തിൻ്റെ അളവ് ഓരോ കുക്കറിലെ പ്രഷർ പുറത്ത് പോകുന്നതിനനുസരിച്ച് വ്യത്യാസം വരാം. പിന്നെ 2 തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പാലെടുക്കണം. അപ്പോൾ ഇത് 1-ാം പാലാണ്. അപ്പോൾ ഈ പാല് പിഴിഞ്ഞെടുത്തതിന് ശേഷം തേങ്ങ മിക്സിയിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം പിഴിഞ്ഞെടുത്തതാണ് ഈ പാല്. തേങ്ങാപ്പാലിന് പകരം നമുക്ക് പശുവും പാൽ യൂസ് ചെയ്യാം കേട്ടോ. പക്ഷെ കൂടുതൽ ടേസ്റ്റ് തേങ്ങാപ്പാൽ ചേർത്തുണ്ടാക്കുമ്പോൾ തന്നെയാണ്. ഇപ്പോൾ 2 വിസിൽ വന്നപ്പോൾ ഞാൻ കുക്കർ ഇറക്കി വെച്ചിട്ട് കുറച്ച് ശർക്കരപ്പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 കിലോ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് മെൽറ്റാകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ശർക്കര മെൽറ്റ് ചെയ്തിട്ട് നമ്മൾ ചേർക്കുകയാണെങ്കിൽ ഈ ശർക്കരയിലുള്ള കല്ലൊക്കെ നമുക്ക് അരിച്ചെടുത്തതിന് ശേഷം പായസത്തിൽ ചേർക്കാം. ഇപ്പോൾ കുക്കറിലെ പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ പരിപ്പ് നല്ല പോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ മാഷ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ രണ്ടാമത് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തിട്ട് എടുത്തിട്ടുള്ള പാലില്ലേ, അതൊഴിച്ച് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഒട്ടും കട്ടയുള്ളതൊക്കെ ഒന്ന് കട്ടയൊക്കെ മാറുന്ന രീതിയിൽ മിക്സാക്കി എടുക്കുക. ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. 1/2 കിലോ ശർക്കര ഈ പറഞ്ഞ അളവിലേക്ക് കറക്റ്റ് മധുരമാണ് കേട്ടോ. കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഒരു പീസ് കൂടെ ശർക്കര കൂടുതലായിട്ട് ചേർക്കാം. അപ്പോൾ ഇവിടെ ശർക്കരയൊക്കെ നല്ലപോലെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് പായസത്തിലേക്ക് അരിച്ചൊഴിക്കാം. അതിനുശേഷം നല്ലപോലെ മിക്സാക്കിയിട്ട് മിനിമം ഒരു 15 മിനിറ്റെങ്കിലും നമുക്ക് ഫ്ലെയിമിൽ വെച്ച് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ശരിക്കും പായസത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറയണത് ഉള്ള അളവിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചുകൂടെ കുറയണത് വരെ ഫ്ലെയിമിൽ വെച്ച് കുറുക്കിയെടുക്കുമ്പോഴാണ് കേട്ടോ പായസം കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അത് കടലപ്പരിപ്പ് പ്രഥമൻ എന്നല്ല, ഏത് പായസവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒരു 15 മിനിറ്റോളം ഇതൊന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ 15 മിനിറ്റിന് ശേഷം 1-ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ചൂടാകുന്നത് വരെ. 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ പായസം തിളയ്ക്കാൻ അനുവദിക്കരുത്. അപ്പോൾ നല്ലപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് കുറച്ച് ഏലക്കായ, ചുക്ക്, ചെറിയ ജീരകം, ഇത് 3ഉം കൂടെ പൊടിച്ചിട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ നെയ്യിൽ റോസ്റ്റ് ചെയ്ത അണ്ടിപ്പരിപ്പ്, മുന്തിരി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കടലപ്പരിപ്പ് പ്രഥമൻ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇപ്രാവശ്യം ഓണത്തിൻ്റെ ഹൈലൈറ്റ് ഈ പായസം തന്നെ ആയിരിക്കും, യാതൊരു സംശയവുമില്ല. അപ്പോൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത് തന്നെ മറ്റ് നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അതുവരെ ബൈ, താങ്ക് യു.